ഇപ്പോൾ LCU ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്ററും കൂടി നോക്കുക. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ഈ മാസം പുറത്തിറങ്ങുന്ന കൂലിയെ പറ്റി നമുക്ക് സംസാരിക്കാം. വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കൂലിയുടെ ട്രെയിലറിന് വേണ്ടി കാത്തിരുന്നത്. പക്ഷേ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. അതിന് കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ട്രെയിലർ. സാധാരണ ലോകേഷിൻ്റെ പടങ്ങളിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ട്രക്കുകളും കുറച്ച് ബ്ലാസ്റ്റും കുറച്ച് തോക്കും കുറച്ച് കത്തിയും കുറച്ച് ചോരയും, ഇതിലും വലുതായിട്ട് ഗൂസ് ബംസ് നൽകുന്ന ഒരു ഹൈ മൊമെന്റ് പോലും ഈ ഒരു ട്രെയിലറിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ലോകേഷിൻ്റെ തന്നെ വിക്രത്തിൻ്റെ ട്രെയിലർ നോക്കിയാലും ലിയോയുടെ ട്രെയിലർ നോക്കിയാലും ഒക്കെ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ട്രെയിലറുകളാണ് അതെല്ലാം. കമ്പാരിറ്റീവ്ലി ഈ ഒരു ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഹൈ വോൾട്ടേജ് കുറവാണ്. പിന്നെ BGM വെച്ചിട്ടുള്ള കത്തിക്കലും ഇതിൽ വളരെ കുറവാണ്. അനിരുദ്ധ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു BGM ഈ ഒരു ട്രെയിലറിന് ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഹൈ മൊമെന്റ് ഉണ്ടാക്കാൻ അനിരുദ്ധിന്റെ BGMന് ഈ ട്രെയിലറിൽ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് ട്രെയിലർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് നാൾ മുമ്പ് വരെ ട്വിറ്ററിൽ കറങ്ങി നടന്ന, അതായത് കൂലിയുടെ സിനോപ്സിസ് എന്ന പേരിൽ ട്വിറ്ററിൽ കുറച്ച് നാൾ മുമ്പ് വരെ കറങ്ങി നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന കൂലിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്യാങ്സ്റ്റർ അയാൾക്ക് പ്രായമായപ്പോൾ അയാൾ റിട്ടയർ ചെയ്യുന്നത്. ഈ സമയത്താണ് അയാൾക്ക് ഒരു മിഷൻ ലഭിക്കുന്നത്. ആ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂഷൻ മിസൈൽ സ്റ്റോപ്പ് ചെയ്യണം. ഈ ഒരു മിസൈൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ പോയിട്ട് ഒരു ഡെഡ് മാൻ്റെ ബോഡി തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇതിനായിട്ട് ഇയാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പഴയ ക്രൂ മെമ്പേഴ്സിനെ പുള്ളി അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ക്രൂ മെമ്പേഴ്സിനെയും കൂട്ടി പുള്ളി ഒരു വാച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അയാൾക്ക് ആ ഫ്യൂഷൻ മിസൈൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇതിൻ്റെ ഒരു സിനോപ്സിസ് ആയിട്ട് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ കടന്ന് കറങ്ങുന്ന ഒരു സംഭവം. ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇത് ഏതോ ഒരുത്തം പടച്ചു വിട്ട വെറും ഒരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കൂലിയുടെ ട്രെയിലർ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ഇത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഇത് തന്നെ ആയിരിക്കുമോ കൂലിയുടെ സ്റ്റോറി എന്ന്. ഇത് കണക്റ്റായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഒരു ശവക്കല്ലർ. അതായത് ഈ ഡെഡ്മാൻ്റെ ബോഡി എടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താം. അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിസേർട്ട് പോലെ, ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ശവപ്പെട്ടിയും 2 ആളുകളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഡെഡ്മാൻ്റെ ബോഡി ആയിരിക്കണം അത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന സിനോപ്സിസ് ശരിയാവാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. സത്യരാജ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ സീനുകൾ ഈ ട്രെയിലറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ഒരു സയൻറ്റിസ്റ്റ് ആവാനാണ് എല്ലാ വിധത്തിലും സാധ്യത കാണുന്നത്. കാരണം പുള്ളിയെ കാണിക്കുമ്പോഴൊക്കെ പുള്ളിയുടെ കൂടെ ഒരു പരീക്ഷണശാലയും പുള്ളി ഓരോ പ്രവൃത്തികൾ ചെയ്യുകയും പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് പരീക്ഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുള്ളി ആയിരിക്കണം ഇവർക്ക് വേണ്ടി ഈ ഒരു വാച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുള്ളി തന്നെ ആയിരിക്കും ഈ ഒരു ക്രൂവിലെ ഒരു മെമ്പർ. പിന്നെ ഇവരിറക്കിവിട്ട പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ പോസ്റ്ററിലും പല മെയിൻ ലീഡ് ആക്ടേഴ്സിൻ്റെ കയ്യിലും നമുക്ക് ആ വാച്ച് കാണാൻ സാധിക്കും. പിന്നെ ഇവർ ഫസ്റ്റ് അനൗൺസ്മെന്റ് പ്രൊമോ പുറത്തിറക്കിയപ്പോൾ അതിലും വാച്ച് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കഥ അത് എൻ്റെ കഥയല്ല, ശരിക്കും ആ കൂലിയുടെ സിനോപ്സിസ് നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്യാങ്സ്റ്റർ പടമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ്സ്റ്റർ പടത്തിൽ ടൈം ട്രാവൽ മിക്സ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ലോകേഷിൻ്റെ ഒരു ജേണറൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ലോകേഷ് ഇത്തരത്തിലൊരു സൈഫൈ മിക്സ് ആയിട്ട് എടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കഥ ഒന്ന് മാറ്റി പ്രഡിക്റ്റ് ചെയ്യാം. ഈ ട്രെയിലർ കണ്ടു തുടങ്ങി ഒരു സ്ഥലത്തെത്തുന്ന നേരത്ത് ഇങ്ങനത്തെ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡയലോഗ് വഴി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നെറ്റ്വർക്ക് കൊണ്ട് മാത്രമല്ല അവർ വലിയ ആൾക്കാരാവുന്നത്, അവർ അകത്തെന്തോ വലുതായിട്ട് ചെയ്യുന്നുണ്ട്. ആ വലുതായിട്ട് ചെയ്യുന്ന എന്താണെന്നുള്ളതാണ് ഈ ട്രെയിലറിൽ മുഴുവൻ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അത് മേ ബി സയൻസ് വെച്ചിട്ടുള്ളൊരു പരിപാടി ആയിരിക്കാം. അതൊരു നോർമൽ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറി, ഒരു വാച്ച് ഉണ്ടാക്കുന്ന ഫാക്ടറി, അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികൾ, അവരെയാണ് ഈ കൂലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു രജനീകാന്ത് ചെയ്യുന്ന ദേവ് എന്ന ക്യാരക്ടറും ഉപേന്ദ്ര എന്ന ക്യാരക്ടറും ഒക്കെ. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഫാക്ടറി അടച്ചു പൂട്ടുകയാണ്. ഈ ഫാക്ടറി അടച്ചു പൂട്ടുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അപ്പോൾ പോലീസുകാരിടപെട്ട് ഫാക്ടറി തൊഴിലാളികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആകെ പ്രശ്നങ്ങളുണ്ടായി ആ ഫാക്ടറി അടച്ചു പൂട്ടുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഈ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്താണ് സത്യരാജ് ചെയ്യുന്ന ക്യാരക്ടറും സുധുവിഹാസൻ ചെയ്യുന്ന ക്യാരക്ടറും ഒക്കെ ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ആ സമയത്തായിരുന്നു രജനി വീണ്ടും ഇവർക്കിടയിലേക്ക് വരുന്നത്. സത്യരാജിനെ അവർ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അവർ കൊലപ്പെടുത്തുകയോ എല്ലാം ചെയ്തിട്ടുണ്ടാവണം. ആ സമയത്താണ് രജനി വീണ്ടും ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വില്ലന്മാരായിട്ട് ഫേസ് ഓഫ് ആവുന്നു. ഇത്രയുള്ള പരിപാടി. ഇതിലൊരു ഗ്യാങ്സ്റ്റർ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ബാക്കിയൊക്കെ സിനിമ പറയാം. ലോകേഷിൻ്റെ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് LCU ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ LCU ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്ററും കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് LCU ആണോ അല്ലയോ എന്നുള്ളത്. ബാക്കിയൊക്കെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മേ ബി ഇത് LCU ആവാം, ആവാണ്ടിരിക്കാം. പക്ഷേ ആണ് എന്ന് പറയാനും ഒരുപാട് റീസൺ ഈ പടത്തിലുണ്ട്.
സോ നമുക്ക് ബാക്കിയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ പൾപ്പ് ഫിഷനിസ്റ്റ്. ഐ ലവ് സിനിമാസ്.